ലോക്സഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്, സംസ്ഥാനങ്ങളുടെ അല്ല. രാജ്യസഭയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അഥവാ സംസ്ഥാനങ്ങളുടെ പ്രതിനിധി സഭ. അതുകൊണ്ട് തന്നെ ലോക്സഭയിലെ മണ്ഡല പുനർനിർണയം ചില സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കുമെന്ന വാദം ആന മണ്ടത്തരമാണ്. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ വനിതാ പ്രാതിനിധ്യം പോലെ തന്നെ പ്രധാനമാണ് മണ്ഡല പുനർനിർണയവും. അല്ലാതെ അത് BJPക്ക് ജയിക്കാനുള്ള കുറുക്കുവഴിയല്ല. 1952-ലും 63-ലും 73-ലും 2002-ലും മണ്ഡല പുനർനിർണയം ലോക്സഭയിൽ നടന്നിരുന്നു. അതൊക്കെ കോൺഗ്രസിന് ജയിക്കാനുള്ള കുറുക്കുവഴികളായിരുന്നു. ഓരോ 10 വർഷം കൂടുമ്പോഴും നടക്കുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തണമെന്ന് രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്നു. ജനസംഖ്യാനുപാതികമായ ജനങ്ങളുടെ പ്രാതിനിധ്യം ലോക്സഭയിൽ ഉറപ്പാക്കാൻ അത് അനിവാര്യമാണ്. എന്നാൽ ഇതിനെ അട്ടിമറിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 1976-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നിലവിലിരിക്കുമ്പോഴാണ് ഭരണഘടനയുടെ 82-ാം വകുപ്പ് 25 വർഷത്തേക്ക് അവർ മരവിപ്പിച്ചത്. ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികൾ വിജയിപ്പിക്കാനെന്ന ന്യായം പറഞ്ഞാണ് ഈ അട്ടിമറി. 2001-ൽ തെക്കൻ സംസ്ഥാനങ്ങളെ ഇളക്കിവിട്ട് കോൺഗ്രസ് നടത്തിയ ഇതേ പ്രചാരണം കാരണം വാജ്പേയി സർക്കാരും ഈ മരവിപ്പിക്കൽ 25 വർഷത്തേക്ക് കൂടി നീട്ടി. ഇപ്പോഴുള്ള 543 സീറ്റ് 1973-ൽ നിശ്ചയിച്ചതാണ്. അന്ന് രാജ്യത്തിൻ്റെ ജനസംഖ്യ വെറും 54 കോടി മാത്രമായിരുന്നു. ഇന്ന് 142 കോടിയാണ്. മണ്ഡലത്തിൻ്റെ പുനർനിർണയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ കണക്ക് മാത്രം മതി. 26 ലക്ഷം ജനങ്ങളെയാണ് ഒരു MP ശരാശരി പ്രതിനിധീകരിക്കേണ്ടത്. ഇത് ശരാശരിയാണ്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് 17 ലക്ഷമേ ഉള്ളൂ. UPയിൽ 45 ലക്ഷത്തോളം ജനസംഖ്യയുള്ള മണ്ഡലങ്ങളുമുണ്ട്. നീതികേട് അനുഭവിക്കുന്നത് തെക്കൻ സംസ്ഥാനങ്ങളല്ല, വടക്കൻ സംസ്ഥാനങ്ങളാണ് എന്ന് ഈ കണക്കുകൾ പറയും. ചുരുക്കി പറഞ്ഞാൽ ലോക്സഭയിൽ കിട്ടേണ്ട അർഹമായ പ്രാതിനിധ്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ 50 വർഷമായി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യം കാത്തിരുന്ന ആ വലിയ നീതി നടപ്പിലാക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചത്. അതിനെ തടഞ്ഞതുകൊണ്ട് വനിതകളെ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടനാപരമായി കിട്ടേണ്ട ജനാധിപത്യ അവകാശത്തെയും പ്രതിപക്ഷം നിഷേധിച്ചിരിക്കുന്നു.